നിങ്ങൾക്ക് പേടി? ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപത്തെ എന്താ നിങ്ങൾക്ക് പേടി? നിങ്ങളുടെ കയ്യിൽ സത്യമില്ല. നിങ്ങൾക്ക് സത്യത്തെ പേടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഷീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകുന്ന ശിർക്കൻ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ട് ബേജാറ്, നിങ്ങൾ ഇരിക്കും, മുജാഹിദുകൾ ഇരിക്കും. ഞാൻ നല്ല നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടാവും? ഒരു ഭരണഘടന നൽകിയ മൗലിക അവകാശത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. പണ്ഡിതന്മാരെ 3-4 ദിവസം പ്രസംഗിക്കുന്നില്ലേ? ഞങ്ങളെന്താ ഗോപാകുരാകത്ത്? നിങ്ങൾക്കെന്താ സംസ്കാരമുള്ള മനുഷ്യരായാല്? നിങ്ങൾക്കെന്താ മനുഷ്യരെ പോലെ ജീവിച്ചാല്? സമസ്തക്കാർക്ക് നിങ്ങൾക്കെന്താ മനുഷ്യരായാല്? അതുകൊണ്ട് മുജാഹിദുകളിരിക്കും, മുജാഹിദുകളിരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, നല്ല ഒരു സായാഹ്നത്തിൽ ജീവിതത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് മരണം കടന്നു വരുമ്പോൾ മരണാനന്തര ജീവിതത്തെ അഭിമുഖീകരിച്ച് രക്ഷയുടെയും ശിക്ഷയുടെയും കേന്ദ്രത്തിലെത്തുമ്പോൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. സ്വർഗത്തിലെത്തണം. സത്യത്തിൽ അതല്ലേ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത്? നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടലാകുന്നു വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അത് ആഗ്രഹിക്കാത്തവർ മുസ്ലിങ്ങളിലുണ്ടോ? സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് എല്ലാ മുസ്ലിം സമുദായവും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികളെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയിലാണ് നാം. ഏതാണ് സ്വർഗത്തിലേക്കുള്ള വഴി? ഏത് മാർഗം അവലംബിച്ചാലാണ് സ്വർഗത്തിൽ പോവുക? ആ സ്വർഗത്തിലേക്കുള്ള വഴി ആര് നമുക്ക് നിർണയിച്ചു തരും? മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ഗൗരവമായി മനുഷ്യരോട് പറയുന്ന കാര്യം ഇതാണ്: സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് മോചിതമാവുകയും വേണം. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അതാ
ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാകുന്നു വിജയം. കണ്ടോ? ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാകുന്നു വിജയം. ശരി, ഇത് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ വിജയമാണല്ലോ നമ്മളൊക്കെ കാംക്ഷിക്കുന്നത്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ അല്ലാഹു പഠിപ്പിച്ച പോലെ വിശ്വസിച്ച് ജീവിക്കേണ്ടതുണ്ട് ഏതൊരു വ്യക്തിയും. കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്നുറച്ചു വിശ്വസിക്കുകയാണ് നാം ഒക്കെ. എങ്കിലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നതാണ് നമ്മുടെ വിശ്വാസം. അവിടെ കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങളുടേതാണ് ശരി എന്നതാണ്. സാധാരണക്കാരായ ആളുകൾ ചോദിക്കും, അയാളും ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്, അയാളും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അയാളും ചരിത്രം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും പറയുന്നുണ്ട്, ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ എന്താ ചെയ്യുക? അല്ലെ, എല്ലാ ആളുകളും ചോദിക്കുന്നത് വല്ലാത്ത ചോദ്യമാണ്. ഞങ്ങൾ സാധാരണക്കാരെന്താ ചെയ്യുക? അവനവന്റെ വീട്ടിലേക്ക് മാർബിൾ വാങ്ങാൻ മുസ്ലിയാരെ കൂട്ടിയിട്ട് ആരെങ്കിലും പോരുണ്ടോ? ഇല്ല. ടൈൽസ് വാങ്ങാൻ മൗലവിനെ കൂട്ടിയിട്ട് ആരെങ്കിലും പോകാറുണ്ടോ? റോട്ടുമ കണ്ടപ്പോ വേണേ കമ്പനിക്ക് കൂട്ടിയിട്ടുണ്ടാവും, അല്ലാതെ അത് സെലക്ട് ചെയ്യാൻ അവരാരെങ്കിലും കൂട്ടി പോകാറുണ്ടോ? ദുനിയാവിന്റെ കാര്യത്തിൽ എന്തൊക്കെ അന്വേഷണങ്ങളാണ് ഓരോരുത്തരും വ്യക്തിപരമായി നടത്തുക? എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് ദുനിയാവിന്റെ ബിസിനസ് സംബന്ധമായി മനുഷ്യർ. ഏത് രാജ്യത്തും ആരെ പോയി കണ്ട് ബിസിനസിന്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കാൻ മനുഷ്യർ തയ്യാറാണ്. അപ്പൊ മൊബൈൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണല്ലോ. നമ്മുടെ കുട്ടികളിൽ ആർക്കെങ്കിലും അതിന്റെ A to Z അറിയാത്തതായിട്ടുണ്ടോ? പിന്നെ പ്രായം ചെന്നവർക്ക് വലിയൊരു പരിജ്ഞാനമൊന്നുമില്ല. ഒരു ഇങ്ങോട്ട് വരുന്നത് ഞെക്കും, അങ്ങോട്ട് ഞെക്കും, അത്ര തന്നെ. കണ്ടാലൊന്നും അതിലപ്പുറത്തേക്കുള്ളൊരു വിജ്ഞാനം. മോനെ ഏറ്റവും ചെറിയ 7 വയസ്സുള്ള കുട്ടീനോട് പറയും, മോനെ ആ ഓപ്ഷൻ ഈ ഓപ്ഷൻ അതൊക്കെ നിങ്ങൾ എടുത്ത് മോനിങ്ങനെ അല്ലെ. ഈ മനുഷ്യന്മാര് ദുനിയാവിന് വേണ്ടി ഒരുപാട് പഠിക്കുന്ന മനുഷ്യന്മാർ ആഖിറത്തിന്റെ കാര്യത്തിൽ എന്തേ ഉസ്താദ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ളത്. അവിടെയാണ് നമ്മളൊക്കെ പഴിച്ചു പോയി. മുസ്ലിം സമുദായം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. കാരണം എന്താണ്? ലോകത്ത് ഒരിക്കലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഉസ്താദിന്റെ ദുർവ്യാഖ്യാനം വെച്ച് നിർത്തിയ ഖുർആൻ വായിച്ചാൽ അതിലൊരു അവ്യക്തതയും ഒരാള് കേടുവരുന്ന ഒരു പരാമർശവും അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ല തന്നെ, അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകട്ടെ ലോകത്ത് നബിക്ക് തുല്യമായ ഒരു മാതൃക ഒരാചാര്യനുമില്ല. അത് വെറുതെ പറയല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതാ മുഹമ്മദ് നബിക്ക് തുല്യമായ ഒരു ആചാര്യൻ ഇതാന്ന് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല, ഇവിടുത്തെ മതസംഘടനകൾക്ക് സാധിക്കില്ല. ഇവിടെ ഇസ്ലാം അല്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവർക്കും മുഹമ്മദ് നബിക്ക് തുല്യമായി മാതൃക കാണിച്ച ഒരാളെ ഇനി 1000 മഹാന്മാർ ഒന്നിച്ചു ചേർന്നാൽ പോലും നബിന്റെ പാതിയിൽ പോലും അവരെത്തി നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി മാതൃക കാണിച്ച ഒരു റസൂൽ ഉണ്ടായിരിക്കെ ഏറ്റവും മാതൃക കാണിച്ച ഒരു ഗ്രന്ഥം ഉണ്ടായിട്ട് മുസ്ലിങ്ങൾ പിഴച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ? പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സൂക്ഷ്മമായ പദം. പിഴച്ചതല്ല, പിഴപ്പിച്ചതാണ്. സ്വയം പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്ത ഒരു ടീം കേരളത്തിലും ലോകത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ പ്രശ്നം. അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് എല്ലാ കവലകളിലും നമ്മൾ എന്ത് പ്രസംഗിച്ചാലും അതിന് മറുപടി. മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായ ഒരു പ്രസംഗം മെനയാന്ന് പോയിട്ട് ഒരു വിവാദ വിഷയങ്ങളില്ലാതെ ഞാൻ അവതരിപ്പിച്ചു. അതിന് നാളെ അലവിന്റെ മറുപടിയാണ്. പരലോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല എന്ന് പറയാനായിരിക്കും വരുന്നത്. കള്ളു കുടിക്കരുത്, കുറച്ചൊക്കെ ആകാം, കാരണം സക്കാഫി കുടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അപ്പൊ ചിലപ്പോ അയാളെ മറുപടി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, കള്ളു കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കുടിക്കാം, വ്യഭിചരിക്കരുത്, ആവാം, കുഴപ്പമില്ല. ആണോ മറുപടി എന്ന് അറിയുന്നത്? നേരെ വെച്ചാൽ അംഗീകരിക്കുന്ന മറുപടിയൊക്കെ ഇല്ല, അങ്ങനെ ജീവിക്കണം എന്നാ പറയാം. ഇനി നിങ്ങൾ പരലോകം ഉണ്ടെന്ന് പറഞ്ഞാൽ പരലോകമല്ല, റസൂലിട്ട് റസൂലില്ല, മുജാഹിദ് എന്ന് പറഞ്ഞ മറുപടി. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഈ നാട്ടിൽ കുറെ മനുഷ്യന്മാര് ഇങ്ങനെ ഒരു പരീക്ഷണമായിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കുക. അവിടെയാണ്
മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം തകർത്ത പ്രസ്ഥാനമാകുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അമുസ്ലിങ്ങളെ പോലും ആ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് മുസ്ലിയാക്കന്മാരോട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എന്റെയൊക്കെ കേസറ്റ് അപ്പുറം കട്ട് ചെയ്ത് പെട്ടെന്ന് കേട്ടാൽ അമുസ്ലിങ്ങൾ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കുന്നു എന്ന് തോന്നുന്ന സെന്റൻസ് മാത്രം മുറിച്ചെടുത്ത് അത് കേൾപ്പിക്കാം. അപ്പൊ മുസ്ലിയാക്കന്മാരൊരു സ്ഥലത്ത് ചെയ്തേക്കണത് അവരുടെ ഒരു അവസ്ഥ നോക്കണം, മനസ്സിന്റെ ഒരു അവസ്ഥ നോക്കണം. ഒരൊറ്റ ഹിന്ദു പോലും ഇവിടെ ഉണ്ടാകരുത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. അപ്പൊ ഹിന്ദുക്കൾ ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് പറയുന്ന ഭീകരവാദിയാണ് കേട്ടോടിയാണ്. എന്നിട്ട് ആ കേസറ്റ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക, ഒരൊറ്റ ഹിന്ദു പോലും ഇവിടെ ഉണ്ടാകരുത്, ഒരുപാട് ആലോചിച്ചു നോക്കൂ. അപ്പൊ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അതിന്റെ അപ്പുറത്തെന്താ, ഒരൊറ്റ ഹിന്ദു പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ മുസ്ലിങ്ങൾ ഇസ്ലാം എന്താണ് എന്ന് അവരെ അറിയിച്ചിട്ടല്ലാതെ. ആലോചിച്ചു നോക്കി നിങ്ങള്, ആലോചിച്ചു നോക്കണം നിങ്ങൾ. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വിവരമില്ല എന്ന വിവരവുമില്ലാത്ത ഈ സമൂഹം എന്ത് ചെയ്യുന്നത്, ഇത് വിവരമില്ലെന്ന് മാത്രമല്ല വിവരമില്ല എന്ന വിവരവും ഇല്ലാത്ത ഈ കൗമ് സമൂഹത്തിന്റെ മുമ്പിൽ പണ്ഡിതന്മാരായി ചമയും. മുജാഹിദ് പ്രസ്ഥാനം ഐക്യം തകർത്തു എന്നുള്ളത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ആ വാദത്തെ അംഗീകരിക്കുന്നു. ശരിക്ക് കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം ഐക്യം തകർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനം വരുന്നവരെ ഐക്യത്തിലായിരുന്നു 921 വരെ മുസ്ലിങ്ങൾ നാട്. ഏത് കാര്യത്തിലായിരുന്നു അവർ ഐക്യത്തിൽ? ഹറാമ് ചെയ്യുന്നതിൽ അവരെല്ലാം ഓക്കെ, എല്ലാവരും ഒന്നിച്ച്. വ്യഭിചരിക്കുന്നതിൽ അവർക്കൊന്നും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. കള്ളു കുടിക്കുന്നതിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ശിർക്ക് ചെയ്യുന്നതിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിന്മയിൽ അവർ നല്ല ഐക്യത്തിലായി. മുജാഹിദ് പ്രസ്ഥാനം ഐക്യം തകർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്താ ചെയ്യും? ഒരു വീട്ടിലെ ഒരു പിതാവിന്റെ, നിങ്ങൾ ശരിക്കും ഈ ഉദാഹരണങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. 4 മക്കൾ വീട്ടിൽ കയറി മോഷണം ചെയ്യുന്ന ആളുകളായിരുന്നു നിങ്ങൾ സങ്കല്പിച്ചോളി. ഒരു പിതാവിന്റെ 4 ആൺകുട്ടികൾ വീട്ടിൽ കയറി മോഷണം നടത്തുന്ന ആളുകളാണ് നിങ്ങൾ വിചാരിച്ചോളൂ. ആ 4 പേരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പർ ചെന്ന് കണ്ട് ഇത് ശരിയല്ല, ഇങ്ങനെ ആരാന്റെ ഹക്ക് പിടിച്ചു പറിച്ച് തിന്നൽ ശരിയല്ല എന്ന് അവരെ ബോധവൽക്കരിച്ച് അതിൽ ബോധ്യപ്പെട്ടപ്പോ എന്ത് ചെയ്തു? 2 ചെറുപ്പക്കാർ, അതായത് ഒരു വാപ്പാന്റെ മക്കളിൽ 2 ആൾ എന്ത് ചെയ്തു? അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ 4 പേരും പിറ്റേന്ന് രാവിലെ ഒരു വീട് കൊള്ള ചെയ്യാൻ തീരുമാനിച്ചപ്പോ 2 അനുജന്മാരും വന്നിട്ട് ഇക്കാക്കമാരോട് പറഞ്ഞു പോവല്ലേ എന്ന്. അപ്പൊ ഇക്കാക്കമാര് പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങളെ 2 പേരുടെയും കൂടെ ഒന്നിച്ച് വീട് മോഷണം നടത്തുക എന്നുള്ള തിന്മയിൽ നമ്മൾ നല്ല ഐക്യത്തിലായിരുന്നു. ഇന്നിതാ ഞങ്ങൾ 2 പേരും മോഷണം നിർത്തി. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. അവര് തെറ്റിയോ? തെറ്റി. ഭിന്നതയിലായോ? ഭിന്നതയിലായി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭിന്നത. ഒരു വീട്ടിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്ത് ബാപ്പയോട്, മോളെ ഈ നരകത്തിൽ തന്നെ ആയിക്കൊല്ലല്ലേ? ശരി, ഞാനും നരകത്തിലാട്ടോ മോളെ. പിന്നെ അമ്മ എന്തായാലും നരകത്തില്ല, മൊയ്തീശയ്യനല്ലാണ്ട് അള്ളാനെ വിളിക്കുന്നതിനെ കേട്ടിട്ടില്ല. അപ്പൊ നമ്മളെക്കാൾ കുറച്ച് താഴെ നരകത്തിലേക്കും. അങ്ങനെ നരകം വളരെ ഓക്കെയല്ല, നല്ല ഐക്യത്തിലല്ലേ? 4 ആളും ഒന്നിച്ച് നരകത്ത് പോകാൻ തീരുമാനിച്ചിട്ടില്ലേ? എന്ന വീട്ടിലേക്ക് മുജാഹിദുകൾ കടന്നില്ല. എന്നിട്ട് അവരോട് പറയും എന്ത്? അള്ളാനെ മാത്രങ്ങൾ ആരാധിക്കണം എന്നുള്ള ഖുറാനിക വചനങ്ങളും ഹദീസുകളൊക്കെ ഉദ്ധരിക്കുമ്പോ ബാപ്പാക്ക് ഈ പോയിന്റ് ഇങ്ങോട്ട് ക്ലിക്കായിട്ട് ബാപ്പ തൗഹീദിൽ. അപ്പൊ ഉമ്മയും മക്കളും ഒരു ഭാഗത്ത്, ബാപ്പ വേറൊരു ഭാഗത്ത്, ഒരു പൊരയില് 2 വിഭാഗം. ഇതാണ് മുജാഹിദുകൾ തമ്മിൽ. ഇപ്പൊ ഒരു 4 ആള് കുടിയന്മാരായിരുന്നു. ആ കുടിയന്മാരോട് കള്ളുകുടിയുടെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോ 2 ആള് മദ്യപിക്കുന്നില്ല തീരുമാനിച്ചു. 2 ആള് കള്ളിഷാപ്പിലേക്ക് കളിച്ചപ്പോൾ പോയില്ല. അങ്ങനെ അടിയായി, അവർ തമ്മിൽ ഭിന്നതയിലായി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കൃത്യമായി പറയും, ഈ രാജ്യത്ത് തിന്മയിൽ ഐക്യപ്പെട്ട് ജീവിച്ചവർക്കിടയിൽ നന്മ ഞങ്ങൾ പ്രചരിപ്പിച്ചു. നന്മ പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? തിന്മ ചെയ്തവരൊരു വിഭാഗവും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വിഭാഗം ഉണ്ടായപ്പോൾ അവർക്കിടയിൽ അനൈക്യമുണ്ടായി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. മാത്രമല്ല, അത്ഭുതകരമായ ഒരു കാര്യം എന്താണ്? കേരളത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്ക്, വായിക്കാത്ത മുസ്ലിയാക്കന്മാരുടെ കഥ നമ്മളിവിടെ പറയുന്നില്ല. വായിക്കാറില്ല, പഠിക്കാറില്ല, കുറിപ്പ് കൊടുക്കും. അതുകൊണ്ടൊരു 35 ക്ലിപ്പിംഗ് പറയും. ഞാനൊരു 4 മണിക്കൂർ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒറ്റ വാചകം എന്റെ വക പറയത്തൊക്കെ ക്ലിപ്പിംഗ് ആയിരിക്കണം. ഇടക്ക് നല്ല കഷായോ അല്ലെങ്കിൽ സൂപ്പോ ഒക്കെ കൊണ്ടുവരണം, അതിങ്ങനെ നക്കണം.
എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പിംഗ് ഇട്ട് കേൾപ്പിക്കണോ, ആളുകൾ ഇങ്ങനെ കേൾക്കണം, ചിളിക്കണോ, അങ്ങനെ പോണം. അല്ലാണ്ട് ആയത്ത് ഹദീസ് അതൊന്നുമില്ല. നിങ്ങൾ കേൾക്കില്ലല്ലോ. 5 കൊല്ലമായിട്ട് മുസ്ലിയാക്കന്മാരാരെങ്കിലും ആയത്ത് ഓതാറുണ്ടോ? നോക്കാറുണ്ടോ? പണ്ടേ നോക്കലില്ല, ഇപ്പൊ തീരെ നോക്കില്ല. കാരണം എന്താ? ഒരു തുണിശീലയും അതിൽ 35 ക്ലിപ്പിങ്ങും കിളിച്ച് ചോറും തിന്ന് അല്ല കാറിൽ സറയില്ലേ മക്കളെ എന്നൊക്കെ ചോദിച്ചു വിടുന്ന അങ്ങോട്ട് പോയി അങ്ങനെ പോയാലോ. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ദുനിയാവ് ഏതായാലും കിട്ടുന്ന ഒരു ഉറപ്പാണ്. ആഖിറല്ല എന്നവർക്ക് നല്ല ഉറപ്പാണ്, നല്ല ബോധ്യമാണ്. അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എവിടെ ജീവിക്കണ്ടേ? ആഖിറത്തിലോ എവിടെയോ? ഇവിടെ ജീവിക്കണ്ടേ. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ആഖിറത്തിലൊരു ജീവിതം കണക്കാക്കിയിട്ടില്ല, ഒരു വിചാരിച്ചിട്ടില്ല. പിന്നെ എവിടെ ഒരു വിചാരിച്ചു? ഇവിടെ നല്ല ഉഷാറിലൂടെ ജീവിക്കണം. അവിടെ നിങ്ങൾ മനസ്സിലായിക്കൂടി. മുജാഹിദ് പ്രസ്ഥാനം തുടക്കത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ട സംഘടന ഏതാ? കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിലാണ്. ഐക്യസംഘത്തിന്റെ ഇവിടുത്തെ സുന്നികളായി ജീവിച്ച എല്ലാ ഖുറാഫാത്തായിട്ട് ജീവിച്ചവർക്കിടെ കുടുംബപരമായ വഴക്ക്, കൊണ്ടോട്ടിക്കൈകാരും അതുപോലെ കൊടുങ്ങല്ലൂർക്കാരുമായി പരസ്പരമുള്ള മുസ്ലിം പോര് നടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് മുസ്ലിം ഐക്യ സംഘം എന്ന പേരിലാണ് നമ്മുടെ തുടക്കം തന്നെ. മുസ്ലിം ഭിന്നിപ്പ് സംഘം എന്നല്ല, ഭിന്നിച്ച മുസ്ലിംകളെ ഒന്നിപ്പിക്കുന്ന സംഘം. നമ്മളിവിടെ പറയുന്നത് എന്താ? ഇപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മാത്രം നിങ്ങൾ എടുത്തു നോക്കി. വഹാബ് വരുമ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്ന കാലം, ആ വരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഹറമിൽ 4 മുസല്ലയുടെ കീഴിൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കീഴിൽ ഒരേ സമയത്ത് നിസ്കാരം നടക്കുക. ഒരു പള്ളിയിൽ 4 ഇമാമിന്റെ നേതൃത്വത്തിൽ നിസ്കാരം നടന്നിരുന്നു ഹറമിൽ. നിങ്ങൾ പറയുന്നത് നല്ലതാണോ ചീത്ത? ഒരു പള്ളിയിൽ 4 ജമാഅത്ത് നടക്കുക, 4 ജുമഅ നടക്കുക, അത് പിന്നിപ്പോ ഐക്യോ? അങ്ങനെ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളോട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, ഒരു ഇമാം അതിന്റെ കീഴിൽ നിങ്ങൾക്ക് ഒന്നിച്ചു. ഇതിന്റെ പേര് ഐക്യം എന്നാണ് ഞങ്ങൾ മലയാളത്തിൽ പറയാം. നിങ്ങൾക്ക് പള്ളി ദർശനം ചൊറിഞ്ഞപ്പോ എന്താ കിട്ടിയെന്ന് മനസ്സിലായിട്ടില്ല. ഏത് 4 മുസ്ലിം ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു ഇമാമിന്റെ കീഴിൽ നിൽക്കേണ്ടവർ 4 ഇമാമും 4 ടീമും എന്നിട്ട് പരസ്പരം കൊമ്പുകോർത്തിരുന്ന ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നുണ്ട്, ഒരു ഇമാമും അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മളൊക്കെ നിസ്കരിക്കുകയും ചെയ്യുന്ന ഐക്യത്തിലേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ത് ചെയ്തു? അവരെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഐക്യമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ദുനിയാവിലെ ഹറാമുകളിലുള്ള ഐക്യം മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഷിർക്കിൽ ഒന്നിച്ച് ജീവിച്ചവരോട് ഞങ്ങൾ ഉറക്കെ പറയും, നിങ്ങളെ ഭിന്നിപ്പിച്ചിട്ടേ ഞങ്ങൾ അറിഞ്ഞു. ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് അനൈക്യത്തിൽ കഴിഞ്ഞിരുന്നവരെ ഐക്യപ്പെടുത്തിക്കൊണ്ടുള്ള ഐക്യം, തിന്മയിൽ ഒന്നിച്ചു നിന്നവരെ നന്മയ്ക്ക് വേണ്ടി അടർത്തിയെടുത്തുകൊണ്ടുള്ള ഐക്യം. എനിക്ക് ഞാൻ ഈ പറഞ്ഞ സെന്റൻസിൽ ഇവർക്ക് കട്ട് ചെയ്യാൻ വളരെ കൃത്യമായ ഒരു കാര്യം ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ ഐക്യം തകർത്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ എന്ന വാചകം എടുക്കും. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. മുസ്ലിയാക്കന്മാരെ തൊലിക്കെട്ടി ഞാൻ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഓലിയിട്ട് ഭയങ്കര ഓൽക്കിനോട് എന്താ ഇഷ്ടം. മാത്രമല്ല കാന്തപുരത്തിന് പോലും ഇത്ര പബ്ലിസിറ്റി കൊടുക്കാറില്ല. എനിക്ക് എന്താ പബ്ലിസിറ്റി? ഒരു ചുറ്റി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് 2 വയസ്സുകാരനോട് പേരോടും കാന്തപുരത്ത് ആരാ മക്കളെ നേരെ ഞാൻ എങ്ങനെ ചെന്നാലും അത് മുച്ചായിട്ട് വായിച്ചേരിയാണ് ഞങ്ങൾക്കറിയാം. അത്ര പബ്ലിസിറ്റി. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യപ്പെടണം എന്ന് ശക്തമായി വാദിക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷെ ആ ഐക്യം സ്വർഗത്തിനു വേണ്ടിയുള്ളതാകണം എന്ന നിർബന്ധമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ ശക്തമായി മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. മദ്ഹബുകളുടെയും കാലകീലകളുടെയും നാട്ടാചാരങ്ങളുടെയും നാട്ടുനടപ്പുകളുടെയും പേരിൽ ഭിന്നിച്ചുപോയ ഒരു സമൂഹത്തോട് വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 103-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങളെല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിന്റെ പാശ, അത് ഖുർആനും സുന്നത്തുമാണ്, അത് മുറുകെ പിടിച്ചാൽ ഭിന്നിക്കില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ കേരളത്തിൽ തന്നെ 4 മദ്ഹബുകളുടെ പേരിലാണ് ഭിന്നിപ്പ്. അവിടെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താ? അത് നിങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കണം. തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. കണ്ടോ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവേച്ചു പോവുകയില്ല. കണ്ടോ, നിങ്ങൾ ഭിന്നിക്കുകയില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണത് എന്നാണ് ഖുർആൻ പറയുന്നത്.
നിങ്ങൾ പറയുന്നതോ 4 മദ്ഹബിന്റെ പേരിൽ 4 ആകാം, പിന്നെ ഖുർആന്റെ ഹദീസിന്റെ പേരിൽ 5 ആകാം. അപ്പൊ ആരാ അവിടെ ഭിന്നിപ്പിച്ചത്? അടിസ്ഥാനപരമായി ആരാ അവിടെ ഭിന്നിപ്പിച്ചത്? മുജാഹിദ് പ്രസ്ഥാനമല്ല ഭിന്നിപ്പിച്ചത്. മഹല്ലുകളിലൊക്കെ വമ്പിച്ച വിള്ളലുകൾ ഉണ്ടാക്കിയത് കേരളത്തിൽ ആദ്യമുണ്ടായ സംഘടന മുജാഹിദ് പ്രസ്ഥാനമാണ്. ചരിത്രം അറിയാവുന്നവരോട് ചോദിച്ചു നോക്ക്. സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ് 3 കൊല്ലത്തിന് ശേഷമാണ് കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. അപ്പൊ നമ്മളിവിടെ ഉണ്ടായതിന് ശേഷമാണ് നിങ്ങൾ ഉണ്ടായത്. ഭിന്നിപ്പിന്റെ പണിയെടുക്കാനാണ് നിങ്ങൾ ഉണ്ടായത്. 4 മദ്ഹബിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കാനാണ് നിങ്ങൾ ജനങ്ങളോട് പഠിപ്പിച്ചത്. ഞങ്ങളതല്ല. ഞങ്ങൾ പറഞ്ഞത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഐക്യപ്പെടുന്ന വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 59-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. മതപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കോളൂ. ദാലിക ഖൈറുൻ, അതങ്ങൾക്ക് നല്ലത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത്. ഇതാണ്. അല്ലാതെ നല്ല മാതാപിതാക്കളുടെ മക്കളായി ജീവിച്ചിട്ട് അവർ ശിർക്കിലും ഹറാമിലും ബിദ്അത്തിലുമായിരുന്നപ്പോ അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ യഥാർത്ഥ ഇസ്ലാം മകന് മനസ്സിലായപ്പോ ബാപ്പയുമായി തെറ്റിയിട്ടുണ്ട്. ഇത് ലോകത്ത് ഇന്ന് മാത്രം നടന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് വന്നില്ലേ? നബിയുടെ എളാപ്പയല്ലേ ആദ്യമായി പറഞ്ഞത്? അതുവരെ അല്ലമീന്നാ വിളിച്ചത്, നല്ല ആളാന്നാ വിളിച്ചത്. സത്യം അങ്ങോട്ട് പറഞ്ഞ് തൗഹീദ് പറഞ്ഞപ്പോ തബ്ബല്ലത് യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയത്? ഞങ്ങളുടെ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കാനാണോ? അപ്പൊ ഞാൻ ചോദിക്കുന്ന നബി ഭിന്നിപ്പുണ്ടാക്കിയ ആളാണോ? ആണെന്ന് നിങ്ങൾ പറയുന്നത്. ആ ഭിന്നിപ്പിന്റെ ആൾ ഞങ്ങളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച മനുഷ്യർക്കിടയിൽ കള്ളുകുടിയിൽ അവർ ഭിന്നിപ്പിലല്ല, ഐക്യത്തിലായിരുന്നു. പെണ്ണുപിടിയിൽ അവർ ഐക്യത്തിലായിരുന്നു. സകല ഹറാമുകളിലും അവർ ഐക്യത്തിലായിരുന്നു. അത് ഹറാമാണെന്ന് പറയാൻ ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ടായിരുന്നില്ല. ആ നാട്ടിൽ വന്നിട്ട് ആ സമൂഹത്തിൽ നബി കുഴപ്പമുണ്ടാക്കി. സത്യമാണ്. ആ കുഴപ്പം മനുഷ്യരെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടുള്ള കുഴപ്പമായി. ഒരു നാട്ടിൽ തെമ്മാടിത്തം കാണിക്കുമ്പോൾ പോലീസുകാർ വരും. പോലീസുകാർ ചിലപ്പോൾ അടിക്കും. ആ അടി പോലീസുകാരന് നിയമപരമായ അടിയാണ്. അത് സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കാനല്ല, ഫിത്തന ഇല്ലാതിരിക്കാനാണ് അടിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ AP സുന്നികള് നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ടില്ല, ഹംദ് കഴിഞ്ഞ് മനുഷ്യരെ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന പറയുമ്പോഴൊക്കെ അടിക്കുക മാത്രമല്ല, നമ്മുടെ പ്രവർത്തകരെ കല്ലെടുത്തെറിഞ്ഞു, എറിഞ്ഞ് തലയൊക്കെ പൊട്ടിച്ചു. കണ്ണുവരെ വളരെ ഗൗരവമായി കേടുവന്നു പോയ ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നെ കൊല്ലാൻ വന്നതാണ്. എന്തേ പ്രശ്നം? ഒന്നുമില്ല. അവരോട് പറഞ്ഞു നന്നാകണം, പരലോകണ്ട്, അവിടെ രക്ഷപ്പെടണം, ഇഹലോകത്ത് പാപങ്ങളെ ചതിച്ചുണ്ടാക്കുന്ന ഹറാമ തിന്നരുത്, അത് പറയാനേ നമ്മൾ വന്നത്. പക്ഷേ അവിടെ കല്ലെറിഞ്ഞു. പ്രസംഗിച്ചിട്ട് പോലുമില്ല, പ്രസംഗം തുടങ്ങുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ അതെന്ത് ചെയ്തു? അടിച്ചുകൊള്ളാക്കി. ആര്? ഇവരുടെ കയ്യിൽ സത്യമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സത്യമുള്ള ഒരു പ്രസ്ഥാനം അടങ്ങിയിരിക്കുകയ്യ. ലോകത്തേതെങ്കിലും ഒരു നബി മറുഭാഗത്തുള്ള ഒരു പ്രസംഗം നടത്തിയ സ്റ്റേജ് കയ്യേറി ഒറ്റ ചരിത്രം, ഒരേ ഒരു ചരിത്രം സമസ്തക്ക് തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അബൂജഹലും കൂട്ടരും നിരന്തരമായി പ്രവാചകന്റെ സ്റ്റേജ് കയ്യേറി. നിങ്ങൾക്ക് ഏറ്റവും ബന്ധം അബൂജഹലുമായിട്ടാണ്. കുറെ കൂടെ ഉയർന്ന ഒരു ഡിഗ്രി ഫിറൗനിലേക്കും കൂടിയുണ്ട്. അതിന്റെ പ്രസംഗം അവസാനിക്കുമെന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമായിട്ട് ബന്ധമില്ല. ഇസ്ലാമായിട്ട് ബന്ധം നിങ്ങൾ എന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അബൂലഹബ് പ്രസംഗിച്ച സ്റ്റേജ് കയ്യേറിയിട്ടുണ്ടോ? നബിയുടെ സ്റ്റേജ് അവർ കയ്യേറി. നിങ്ങളോ? നിങ്ങൾ അങ്ങനെ തന്നെ. തായിഫിൽ റസൂലുള്ളാഹിനെ എറിഞ്ഞു, കല്ലെറിഞ്ഞു, ഭ്രാന്തെന്ന് വിളിച്ചു, തീവ്രവാദി എന്ന് വിളിച്ചു, ഭിന്നിപ്പുകാരെന്ന് വിളിച്ചു, കല്ലെറിഞ്ഞു. ഇന്നലെ നിങ്ങളോ AP സുന്നിയാടാന്ന് പറഞ്ഞ് കള്ളും കുടിച്ചു വന്നിട്ടാ കല്ലേറ്. അപ്പൊ നീ ആരാ? മുസ്ലിമോ? അബൂജഹലിന്റെ ആളോ? കാഫിറിന്റെ ആളോ? ആരാ? അത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. നിന്റെ ചെയ്തി മുഴുവനും ഏതാണ്? ഫാസിക്കുകളുടെ ചെയ്തികളാണ്. സമസ്തക്കാരിവിടെ ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് ഇസ്ലാമായിട്ട് ബന്ധമുണ്ടോ? സ്റ്റേജ് കയ്യേറുക, കൂക്ക് വിളിക്കുക. കൂക്ക് വിളിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്തറിയോ? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. കാഫറുകൾ പറഞ്ഞ് ഖുർആൻ ഓതുന്നിടത്ത് കൂക്കായി. നിങ്ങൾ കാഫറാ? നിങ്ങൾ ആളുകൾ നിങ്ങളെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നു. അബൂജഹലും കൂട്ടരും ഖുർആൻ ഓതുന്നിടത്ത് കൂക്കി. നിങ്ങളൊന്നും അത് തുടരുന്നു. അപ്പൊ നിങ്ങൾ നബീന്റെ മില്ലത്തിലോ അബൂജഹലിന്റെ മില്ലത്തിലോ? ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഈ ചോദ്യം. അത് തന്നെയാണ് അവർക്ക് എന്നോടുള്ള ദേഷ്യവും. ഒരു 5 മിനിറ്റോട് പ്രസംഗിച്ച 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആശയം വ്യക്തം. അതുകൊണ്ട് എന്താവും? 5 സുന്നി ഒരു സ്ഥലത്തിന്റെ ആ ഒരു പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സുന്നി ഉണ്ടാവും, 4 ആള് മുജാഹിദാവും. 400 അതിന് 300 മുജാഹിദാവും. അതുകൊണ്ടാ, വേറൊന്നല്ല. നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ ആളുകളോട്.
ഒരു നാട്ടിൽ ഒരൊറ്റ പ്രസംഗം നടന്ന 2 മണിക്കൂർ 25 കൊല്ലം ഉണ്ടായിരുന്ന സുന്നി പാരമ്പര്യം സുട്ടുപിട്ടുപിട്ടു നിന്ന് പിട്ട് തട്ടിയമായി ഇങ്ങോട്ട് തട്ടു. അതുകൊണ്ട് തന്നെ ഇത് നടക്കരുത് എന്നാ. അതുകൊണ്ട് എന്നാലും അവർക്കറിയാം, നെലങ്ങാനും കാവന്തറയിൽ പ്രസംഗം നടന്നാൽ സുന്നി പ്രസ്ഥാനത്തിന്റെ മരണമണിയായിരിക്കുന്നത് എന്നവർക്ക് കൃത്യമായി അറിയാം. കാരണം ബുദ്ധിയുള്ള മനുഷ്യർക്ക് നമ്മുടെ പ്രസംഗം ക്ലിക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബുദ്ധിയില്ലാത്തവരെ ഇറക്കി വിടുക, അല്ലെ? സുന്നി സമൂഹത്തിലെ പണ്ഡിതന്മാർ ആലിമുകളാണ്. ഏത് കാര്യത്തിൽ എന്നറിയോ? സുന്നി സമൂഹത്തിന് അറിവില്ല എന്ന ഏറ്റവും വലിയ അറിവാണ് ഒരു സുന്നി മുസ്ലിയാരെ ഏറ്റവും വലിയ അറിവ്. എന്ത് സുന്നി സമൂഹം വിവരമില്ലാത്ത കൗമാകുന്നു എന്ന അറിവാണ് മുസ്ലിയാക്കന്മാരുടെ ഏറ്റവും വലിയ അറിവ്. അതുകൊണ്ടാണ് അവർ പറ്റിക്കുന്നത്, ചതിക്കുന്നത്, അല്ലെ, വഞ്ചിക്കുന്നത്. ക്ലിപ്പിങ്ങുകളിൽ തന്നെ എന്തെല്ലാം തിരിമറികളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും. കേരളത്തിൽ മുഴുവനും എന്റെ ക്ലിപ്പിംഗാണ് ഭൂരിപക്ഷം. മുജാഹിദുകളും ചിലരൊക്കെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ ആണെങ്കിൽ അതൊരു വല്ല മോശമായി പോയല്ലോ എന്നൊക്കെ തോന്നുന്ന എത്രയോ ആളുകൾ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പറഞ്ഞതിന്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിക്കുന്നില്ലല്ലോ. 1 മിനിറ്റ് അപ്പുറവും 1 മിനിറ്റ് ഇപ്പുറവും കേൾപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ധൈര്യമുള്ള ഒരു സുന്നി സഹോദരൻ ആവശ്യപ്പെട്ടു നോക്ക്, നിങ്ങളെ മുസ്ലിം തയ്യാറാവില്ല. കാരണം ഒന്ന്, ആ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാണ് മുസ്ലിംക്ക് അറിയില്ല. കാരണം മർക്കസിൽ ഇതിനു വേണ്ടി മാത്രം ശമ്പളം കൊടുത്ത് കമ്പ്യൂട്ടറൊക്കെ വെച്ച് എല്ലാ സംവിധാനവും വെച്ച് ഒരു ടീമിനെ നിർത്തി. എല്ലാ മുജാഹിദുകളുടെ പ്രസംഗവും, അത് പരലോകം പറഞ്ഞാൽ അതും, സ്ത്രീകളുടെ കുടുംബജീവിതം പറഞ്ഞാൽ അതും. അതിനിവിടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. നല്ലൊരു പെണ്ണിനെ കണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഡൈവേഴ്സ് നടക്കാതിരിക്കാൻ പെൺകുട്ടികളെ ഭാര്യയായി തെരഞ്ഞെടുക്കുമ്പോൾ ഒരല്പം ഗൗരവമായി കാണണം എന്ന് പറഞ്ഞതിനെ പറ്റി കണ്ടാമൃതം പലപ്പോഴും ലജ്ജിച്ചു പോയി. ഈ സാധനങ്ങളുണ്ടല്ലോ, എന്താ പോലെ പറ്റി പറയാം മുസ്ലിയാക്കന്മാർക്ക്. അങ്ങനെ ഒരു സാധനങ്ങളുണ്ടല്ലോ ഈ ഭൂമിയിൽ. അവരെന്താ ചെയ്ത്? പൂവാലപ്പണി എടുക്കാൻ ഞാൻ പറഞ്ഞു എന്നാ. അത് നമുക്ക് ഓരോന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി തരിഞ്ഞ. നിങ്ങൾ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാർക്ക് ആ സാധനമില്ല. ആ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിക്കണം. എന്റെയൊക്കെ ക്ലിപ്പിങ്ങിന്റെ 1 മിനിറ്റ് അപ്പുറവും 1 മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരാള് കാന്തപുരം മുതൽ ഇങ്ങോട്ട് ചോട്ടാ നേതാക്കന്മാരെ ഈ ചെറിയ മനുഷ്യൻ വെല്ലുവിളിക്ക് സാധിക്കുമോ? നിങ്ങളുടെ ധൈര്യമുള്ള ഒരാൾ, സക്കാഫിമാരുടെ ഒരൊറ്റരുത്തൻ അതില്ലാന്ന് ഞാൻ പറയും. എന്റെ കാറ്റെന്റെ ബോധം കിട്ടുപോലും. മനസ്സിലായി? മനസ്സിലായോ? അങ്ങനെ ധൈര്യമുള്ള ഒരൊറ്റൊരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല. പിന്നെ കല്ലെറിയാൻ ഏത് പോലീസുകാരൻ ചെയ്യും? ഒരു കല്ലപ്പുറത്ത് നിട്ടെറിയ അതിന്റെ പണിയാ. അന്തസ്സുള്ളവർ കയറുന്നല്ലോ അതൊന്നും, അല്ലേ? അതൊക്കെ ചെയ്യുന്നത് ഇവിടെ ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തായിപ്പൊന്ന് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്ലാഹു മഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, വിജ്ഞാനമില്ലാത്ത മടയന്മാരും മണ്ടന്മാരുമാകുന്നു ഈ ജനത. ഒരു വിവരമില്ലാത്ത കൗമ ഓൽക്ക് പുറത്തു കൊടുക്കണേ. അത് ഞങ്ങളും പറയും. ലോകം എന്താണെന്നറിയില്ല, സംസ്കാരം എന്താ അറിയില്ല, മനുഷ്യൻ എന്താണെന്നറിയില്ല, സുന്നി ആരാന്നറിയില്ല, മുജാഹിദ് ആരാറിയില്ല, ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരു കൗമായി നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അള്ളാഹിനോട് ദ്വേരട്ടെ, നിങ്ങൾക്ക് അള്ള പുറത്തേരട്ടെ. നിങ്ങൾക്ക് അറിവില്ല. നബി പ്രാർത്ഥിച്ച അങ്ങനെയാ. നബീനെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി, കല്ലെറിഞ്ഞ ഹോസ്പിറ്റലിനെ ഞങ്ങളെ പ്രവർത്തകരാക്കിയ ആ വിവരമില്ലാത്ത കൗമിന് വേണ്ടി, വിവരമില്ലാത്ത നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന വിവരമില്ലാത്ത കൗമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹു മഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവിലേക്ക് പുറത്തു കൊടുക്കണം. കാരണം എന്താ? തീർച്ചയായും ഒരറിവുമില്ലാത്ത കൗമാകുന്നു എന്ന് അത് റസൂൽ പറഞ്ഞ. റസൂൽ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാനും അത് പറയും. നബി പറഞ്ഞതെന്തും അതുപോലെ അതേ അളവിൽ കൂട്ടാതെ കുറയ്ക്കാതെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്താണ് യാഥാർത്ഥ്യം. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ച യാഥാർത്ഥ്യം എന്താണ്, കാര്യങ്ങൾ എന്താണ്. ഈ വസ്തുത എന്റെ പ്രിയങ്കരായ ആളുകളോട് എന്റെ ഒരു പ്രശ്നം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം എന്താണ്? ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം ഇപ്പൊ പേരോടൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഈ നബി മുസ്ലിങ്ങളുടെ നബിയല്ല, ഈ നബി ലോകരുടെ മുഴുവൻ നബിയാണ്, എല്ലാവരുടെയും നബിയാണ്, ബാലന്റെ നബിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അതിങ്ങനെ പൂർണ്ണമാണ് ആ സെന്റൻസ്. ഇത് മുസ്ലിമിന്റെ നബിയല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള നബിയല്ല, ഇത് ലോകത്തെല്ലാവർക്കും ഉള്ള നബിയാണ്, ഇത് ബാലന്റെ നബിയാണ്, ലോകർക്കാകെ. എന്നിട്ട് ആയത്തൊക്കെ ഉദ്ധരിച്ചു സംഭവങ്ങളൊക്കെ പറഞ്ഞു. മുസ്ലിംമാർ എന്താ ചെയ്തെന്നറിയുന്നത്? ഇത് മുസ്ലിമിന്റെ നബിയല്ല എന്നത് ആദ്യമായിട്ട് കേൾപ്പിച്ച്. കേൾക്കണേ, കേൾക്കണേ. അള്ളാനെ പേടി നിങ്ങളെ കൂട്ടത്തിൽ ഒറ്റ മുസ്ലിംക്കും ഇല്ലട്ടോ. ഈ തൊണ്ടേന്ന് റബ്ബിനെ കുറിച്ചുള്ള ഒരു ഭയപ്പാട് ഹൃദയത്തിലേക്ക് ഇറങ്ങി ഒരൊറ്റ മുസ്ലിയാരും പ്രസംഗവേദിയിൽ വരാറില്ല. വേറെ എവിടെങ്കിലും പ്രസംഗിക്കാത്ത ആരെങ്കിലും ജീവിക്കേണ്ട അറിയില്ല. മുസ്ലിയാക്കന്മാരിൽ മുജാഹിദികൾക്ക് മറുപടി അറിഞ്ഞ് പ്രസംഗിക്കുന്ന ഒരൊറ്റ കുട്ടിക്കും, അതായത് അവരിലെ ഏറ്റവും വൃത്തികെട്ട ഒരു ചട്ടമ്പിക്ക് പോലും പടച്ചവനെ പേടിയുണ്ടാവും. അത്രയും പേടിയില്ലാത്ത കൗമാണ് നിങ്ങളെ കൗമ്. അത് ഞാൻ ഇവിടെ തെളിയിച്ചു തരും, നിങ്ങൾക്ക് മനസ്സിലാവുക. അതില്ല നിങ്ങൾക്ക് എന്റെ ക്ലിപ്പിംഗ് അപ്പുറം കേട്ടെങ്കിൽ ഞെട്ടിപ്പോവും. ഈമാനൊക്കെ ഉള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, വല്ലാതെ മനസ്സ് തായിപ്പോ.
മുസ്ലിയാക്കന്മാരുടെ തൊലിക്കട്ടിയും കള്ളത്തരവും കണ്ടിട്ട് നമ്മൾ ഞെട്ടിക്കും. അപ്പൊ പേരോട് ചെയ്തെന്തറിയോ, ഇത് മുസ്ലിമിന്റെ നബിയല്ല എന്നാണ് അത് ആദ്യം എടുക്കേൽപ്പിച്ച്. അപ്പൊ സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായിട്ട് സമസ്തയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം, ഇതിന്റെ സുന്നി സുഹൃത്തുക്കളോട് വളരെ സ്നേഹത്തോടെ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ഉസ്താദുമാരിൽ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു ഉസ്താദ് ക്ലിപ്പിംഗ് ഇല്ലാതെ പ്രസംഗിക്കുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങൾ എവിടെ പ്രസംഗിച്ചാൽ, ഇപ്പൊ ഞാൻ ഇന്നൊരു സ്ഥലത്ത് എന്നെപ്പോ വിളിച്ചു ആളുകൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഉസ്താദ് വന്നിട്ട് അന്ന് അറിവ് സമാധാനത്തിന് വിഷയം അവതരിപ്പിച്ചില്ലേ, അവിടെ അലവി വരുന്നു, ഇവിടെ നൗഷാദ് വരുന്നു, എല്ലാവരും ക്ലിപ്പിംഗ് ആയിട്ടാ വരിക. നേരെ മറിച്ച് സ്വതന്ത്രമായി ഈ സമൂഹം പിഴച്ചു പോകുന്നു എന്നുള്ള ദുഃഖം കൊണ്ട് മുസ്ലിയാക്കന്മാര് സ്വതന്ത്രമായിട്ട് ഒരു നാട്ടിൽ വയൽ വെക്കാറുണ്ടോ? വെക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെക്കാറില്ല. ക്ലിപ്പിംഗുമായിട്ടാണ് വരിക. ഇവര് കേൾക്കണോ, ഇന്നലെ അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്റെ നാടിനടുത്ത്, അവിടെ ഒരു മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം വരുന്നുണ്ട് ഇപ്പൊ അടുത്ത ദിവസം. ഇവര് ചെയ്തത് എന്താ അറിയോ, ഒരു ദിവസം എന്റെ ക്ലിപ്പിംഗ് മാത്രം ഇട്ടിട്ടൊരു പ്രസംഗം, പിറ്റേന്ന് വരേണ്ടിട്ട് കാന്തപുരത്തെ കുറിച്ച് മർക്കസ് സഖാഫത്ത് സുന്നിയയില് സമ്മേളനം നടന്ന് ഓരോ വർഷവും ഉമ്മൻചാണ്ടി പങ്കെടുത്തിട്ടുണ്ടാവും, ആന്റണി പങ്കെടുത്തിട്ടുണ്ടാവും, ഒ രാജഗോപാൽ പങ്കെടുത്തിട്ടുണ്ടാവും, പിണറായി വിജയൻ പങ്കെടുത്തിട്ടുണ്ടാവും. അവസാനം പറഞ്ഞ രണ്ട് ടീമിനോട് മൂപ്പർക്ക് വലിയ ഇഷ്ടവുമാണ്. അപ്പോ ഈ ആളുകളൊക്കെ കാന്തപുരത്തെ പറ്റി പൊക്കി പറയുന്ന ക്ലിപ്പിംഗ് 2.5 മണിക്കൂർ. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന, ഒരു നാട്ടിൽ വന്നിട്ട് ഒരു വ്യക്തിയെ പറ്റി മറ്റുള്ളവർ പറഞ്ഞ മഹത്വങ്ങൾ ഇട്ട് കാണിച്ചിട്ട് മുഹമ്മദ് നബിയെക്കാളും അള്ളാഹുവിനേക്കാളും ഒക്കെ പോരിശ് നൽകി ഈ കൗമിനെ ഉളുപ്പില്ലായ്മയുടെ ഉദാഹരണം എന്നല്ലാതെ റിയാവും ലോകമാന്യവും പെരുമ നടിക്കലും പൊങ്ങച്ചം കാണിക്കലുമാണ് ഒരു സൊസൈറ്റിയുടെ മുഖമുദ്രയെങ്കിൽ അത് റിയാ ആണ്, അത് ശിർക്കാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഈ കൗമിന്റെ ഒരു അവശോകണം. നമ്മളൊക്കെ നമ്മുടെ നേതാക്കന്മാരെ കുറച്ച് താത്തി പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുക, ഓലെ പൊക്കി ഇങ്ങനെ പറയാതെ ഒരു താത്തി എങ്ങനെ ഓലെ മോശക്കാരാക്കി എന്നല്ലോ, ഓലെ ചെറുതാക്കി പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുക വലുതാക്കി പറയുന്നതിനേക്കാൾ. കാരണം വലുതാക്കി പറഞ്ഞുകൊണ്ട് മുഖത്ത് മണ്ണ് വാരിയിടണമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എന്ത് റസൂലില്ലേ, നിങ്ങൾക്ക് റസൂല് അള്ളയൊക്കെ തന്നാലോ. ഇത് മൗത്തായ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി, കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാഹ് കേട്ടോ. ഒരു കൗമിന്റെ അധപ്പതനം എന്നൊക്കെ ലോകത്ത് പറഞ്ഞാൽ അത് നിങ്ങളെപ്പോലെ പതിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ അധപ്പതിക്കണം, നന്നാകുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ നന്നാകുകയും. അതാണ് മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമായി. ഇനി ഇവരുടെ ക്ലിപ്പിംഗിന്റെ സ്ഥിതി എന്താണ്? ഭയങ്കരമായ തെറ്റിദ്ധാരണകളാണ് കേരളത്തിലൊക്കെ ഇവരുണ്ടാക്കുക. അപ്പൊ എന്തായാലും മുജാഹിദ് ബാലുശ്ശേരി ബാലം മുസ്ലിമാണ് എന്ന് പറഞ്ഞു, മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്നോ കാബറാണെന്നും ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലം മുസ്ലിമാണെന്നും പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ എല്ലായിടത്തും ഒരു 5 കൊല്ലം അതേ ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുക. എക്സ്ട്രാ ഒന്നും കിട്ടാനില്ല, ഇങ്ങനെ അതിട്ട് ഇങ്ങനെ. മാത്രമല്ല അതിന്റെ നിജസ്ഥിതി എത്രയോ മുമ്പ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടു അത് തന്നെ പറയാ. അതിട്ട മുസ്ലിയാർക്ക് അത് അങ്ങനെ അല്ല, അതിന്റെ അപ്പുറം ഇങ്ങനെ ഉണ്ടെന്ന് കേൾപ്പിച്ചിട്ടും അതല്ലാത്ത വേറൊരു സ്ഥലത്ത് പോയി അത് കൊണ്ടുവിടുക. ഇവർക്ക് അള്ളാനെ പേടിയുണ്ടോ? ഇവർ അള്ളാനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടാലും ഇവിടെ ഇട്ടാലും അള്ള കാണൂലേ? അതോലിക്കില്ല. ജനങ്ങൾ അറിയരുത്. സുന്നികളെ പറ്റിക്കണം, ചതിക്കണം, ഓല വഞ്ചിക്കണം, ഓല മുഖാന്തരം ജീവിക്കണം. ഇത് മാത്രമാണ്. എന്തുകൊണ്ട് ഒരു ക്ലിപ്പിംഗ് ഞാൻ പറഞ്ഞ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക കേസെറ്റിന്ന്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും അത് പിന്നെയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ എന്ന് പറയുന്ന ശക്തിയിൽ അവർ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചു എന്നവർ വെറുതെ പറയുകയാണ്. എന്ന് അല്ലാഹു അവരെ പറ്റിയാ പറഞ്ഞു. ആരെ പറ്റി? ഈ ആളുകളെ പറ്റി. അത് ബോധ്യപ്പെടുത്തി തരുന്ന നിങ്ങൾ ഞെട്ടിപ്പോകും. ഇവിടുത്തെ ക്ലിപ്പിംഗിന്റെ ഒക്കെ കൃത്യമായ രൂപം അപ്പുറപ്പുറം കേട്ടാൽ മുസ്ലിയാക്കന്മാർ ഇങ്ങനൊക്കെ ചെയ്യും മക്കളെ. അതാ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. കരുതിക്കൊള്ളൂല. കാണുന്നിടത്തുനിന്ന് ഓടിയിട്ട് പിറ്റീഷന്റെ കൂടെ ഓടി പഠിച്ചോളി. മുസ്ലിയാക്കന്മാർ കണ്ടിട്ട് ഓടാൻ നിങ്ങൾ രക്ഷപ്പെടും. ഓടിയിട്ട് അങ്ങ് നാട് കടന്നു കാണണം. ലാൽ സലാം ഉസ്താദേ അസ്സലാമലൈക്കും പോട്ടെ ഒറ്റോട്ടോ. എന്നാലും നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്തും. ഉസ്താദിന്റെ കൂടെ ടച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ നരകത്തിലേക്ക് പോകും. ആലോചിച്ചോളി. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഉസ്താദുമാരുടെ തനിനിറം. ഓലെ പറ്റി നിങ്ങളൊന്ന് പഠിക്കുക. ഓല എന്താ സാധനങ്ങൾ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ വെള്ളപ്പട്ടാളത്തെ, ഓല എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബാലേട്ടനാണ് മുസ്ലിം എന്ന് പറഞ്ഞ ക്ലിപ്പിംഗ് എന്താണ്? എവിടെയാ പറഞ്ഞത്? എന്താ അതിന്റെ അപ്പുറപ്പുറം ഉള്ളത്? യാഥാർത്ഥ്യം എന്താണ്?
അത് നിങ്ങളൊന്ന് ശരിക്ക് കേൾക്കുക. ഞാനിത് പലതവണ വിശദീകരിച്ചാൽ എന്റെ വിശദീകരണം മാത്രമാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ആ ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപവും അതാണ് ഒന്നാമതായി നിങ്ങൾ കാണാനിരിക്കുന്നത്. നിങ്ങൾ കാണുക. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇവിടെ ഉണ്ടായി. ഒന്ന്, ബാലേട്ടൻ മുസ്ലിമാണ്, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനെ കാഫറാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ചോദിച്ചു, ബാലേട്ടാ നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? മുസ്ലിമായ ഒരാൾ നിങ്ങളെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കൂലേ? എന്താ സംഭവം? അതായത് കേരളക്കരയിൽ മിക്ക ദിവസങ്ങളിലും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. മിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊന്നുമില്ല, ഇങ്ങനെ വയല് പറയുന്ന റോഡ് മുഴുവനും. അതുകൊണ്ട് എന്റെ കേസറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലിപ്പിംഗ് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറെ ക്ലിപ്പിംഗ് ഒരു വാചകമില്ലാതെ ഞാൻ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. എന്റെ നിസ്സഹായത, എന്റെ യാഥാർത്ഥ്യം അത് ബോധ്യപ്പെടുത്താനും കൂടിയാണ് പ്രാർത്ഥിച്ച് നേടിയ ഒരു അവസരം പടച്ച തമ്പുരാൻ നൽകിയത്. അൽഹംദുലില്ലാ. ഞാൻ എന്താ പറഞ്ഞത്? സുനാമി ഉണ്ടായ ഉടനെ രാമനാട്ടുകരയിൽ നടത്തിയ ഒരു പ്രസംഗം, അതിന്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കേൾപ്പിച്ചു. കേരളം മുഴുവൻ അവർ ഈ കേസറ്റ് ഇന്നും പറയുന്നുണ്ടാവും ഒരു പക്ഷേ കേരളത്തിന്റെ മറ്റു ഭാഗത്ത്. എന്തായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം? അത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കും. സമയബന്ധിതമായി തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ ഇത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ വസക്കാനീ വജഅലനീ മിനൽ മുസ്ലിമീൻ. ഒതു എടുക്കുമ്പോ ബിസ്മില്ലാ, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാ, എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുമ്പോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ മൊയ്തീൻ ശൈഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അയാളുടെ നിയ്യത്ത്, അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊഹീദ്ദീൻ ശൈഖിനാണെങ്കിൽ അയാൾ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോറ്റാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോറ്റാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹുവിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹീദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ആദർശം ജയിക്കും തോന്നിയ ഇവർ ചെയ്യുന്ന നടപടിയായത് ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇവരെ മുസ്ലിയാക്കന്മാർക്ക് സംസ്കാരമില്ലാത്തതുകൊണ്ട് ഓല് പറഞ്ഞയക്കണത് ഇതുവരെ ചെയ്യുന്നതാണ്. നിങ്ങൾ കാര്യാക്കണ്ട. മുജാഹിദുകൾ ശക്തമായി നിൽക്കുക, ജനങ്ങൾ തിരിച്ചറിയാം. എന്താ നിങ്ങൾക്ക് പേടി? ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപത്തെ എന്താ നിങ്ങൾക്ക് പേടി? നിങ്ങളുടെ കയ്യിൽ സത്യമില്ല. നിങ്ങൾക്ക് സത്യത്തെ പേടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഷീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകുന്ന ശിർക്കൻ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് മുജാഹിദുകളൊന്നും ഇരിക്കും, നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാണ്. നിങ്ങൾ ഇരിക്കും, മുജാഹിദുകൾ ഇരിക്കും. ഞാൻ നല്ല കുളിര് തീർന്നിട്ട് അവിടെ വന്നിക്കണ്. നിങ്ങൾ കുറേയല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? ഒരു ഭരണഘടന നൽകിയ മൗലിക അവകാശത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ പണ്ഡിതന്മാര് 3-4 ദിവസം പ്രസംഗിക്കുന്നില്ലേ? ഞങ്ങൾ എന്താ കോപാകുലരാകാത്ത? നിങ്ങൾക്ക് എന്താ സംസ്കാരമുള്ള മനുഷ്യരായാല്? നിങ്ങൾക്ക് എന്താ മനുഷ്യനെ പോലെ ജീവിച്ചാല്? സമസ്തക്കാർക്ക് നിങ്ങൾക്ക് എന്താ മനുഷ്യരായാൽ? അതുകൊണ്ട് മുജാഹിദുകളിരിക്കും. ഇനി ബാക്കി ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപം കേൾക്കും. നാട്ടുകാരും ജനങ്ങളും ഇവിടുത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഈ ആളുകളെ, ഈ സംസ്കാരമില്ലാത്തവരെ നിങ്ങളൊന്ന് പഠിക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ സംസ്കാരമില്ലാത്തവരെ, സംസ്കാരം പഠിച്ചിട്ടില്ലാത്ത ഇവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപം അപ്പുറം ഇപ്പുറം നിങ്ങൾ കേൾക്കുക. മുജാഹിദുകളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഓല് വന്നോട്ടെ, ഓലിന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്, അത് ഞാൻ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ അടങ്ങിയിരിക്കുക, ഫ്രണ്ടിലുള്ള നല്ല കൃത്യമായിട്ടിരിക്കുക.
മുജാഹിദുകളെ കസേരയിലേക്ക് വന്നിരിക്കും. അതൊക്കെ എല്ലായിടത്തിലും ഉണ്ടാവും. നമുക്ക് പോലീസ് പെർമിഷൻ തന്നിട്ട് നമ്മളെ വിഷയം പൂർത്തിയാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇരിക്കും. ആ ക്ലിപ്പിങ്ങിന്റെ രൂപം ഒന്നുകൂടെ സ്റ്റാർട്ടിങ് മുതൽ ഒന്നിട്ടാട്ടെ. എല്ലാരും മുജാഹിദുകളോട് നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുമ്പോ അവരും വരും. അപ്പൊ പ്രശ്നം ഉണ്ടാവും. അവര് വരട്ടെ, അവരെത്രത്തോടൊത്തു ഏറി എന്നാ സ്റ്റേജിൽ വരും. അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട. അവരവിടെ നിന്ന് ബഹളോ കൂക്കോ അത് അവരുടെ സംസ്കാരമാണ്. ഓരോരുത്തർ സംസ്കാരം പ്രകടിപ്പിക്കും. ഓരത് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. മുജാഹിദുകൾക്ക് ഒരു സംസ്കാരമുണ്ട്. നിങ്ങൾ വന്നിരിക്കുക, അള്ളാനെ ഓർത്തിട്ട് മുജാഹിദുകളൊക്കെ കസേരയിലിരിക്കുക. നിങ്ങൾ ബേജാറാണ്ട്. ഇതിനേക്കാൾ വലിയ പുകലായിരുന്നു ഇന്നലെ. രാഷ്ട്രീയ പാർട്ടിക്കാരെ പിടിച്ചു 100-200 പേര് ആയുധവും മാരകായുധവും വന്ന് കൊല്ലാൻ വന്നതാ. ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യസമേതിരിക്കുക. ആ ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണിക്കും. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇവിടെ ഉണ്ടായി. ഒന്ന്, ബാലേട്ടൻ മുസ്ലിമാണ്, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോനെ കാഫറാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ചോദിച്ചു, ബാലേട്ട നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? മുസ്ലിമായ ഒരാൾ നിങ്ങളെ മുസ്ലിം അല്ലാന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കൂലേ? എന്താ സംഭവം? അതായത് കേരളക്കരയിൽ മിക്ക ദിവസങ്ങളിലും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. മിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊന്നുമില്ല. ഇങ്ങനെ വയല് പറയുന്ന റോഡ് മുഴുവനും. അതുകൊണ്ട് എന്റെ കേസറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലിപ്പിംഗ് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറെ ക്ലിപ്പിംഗ് ഒരു വാചകമില്ലാതെ ഞാൻ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. എന്റെ നിസ്സഹായത, എന്റെ യാഥാർത്ഥ്യം അത് ബോധ്യപ്പെടുത്താനും കൂടിയാണ് പ്രാർത്ഥിച്ച് നേടിയ ഒരു അവസരം പടച്ച തമ്പുരാൻ നൽകിയത്. അൽഹംദുലില്ലാ. ഞാൻ എന്താ പറഞ്ഞത്? സുനാമി ഉണ്ടായ ഉടനെ രാമനാട്ടുകരയിൽ നടത്തിയ ഒരു പ്രസംഗം, അതിന്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കേൾപ്പിച്ചു. കേരളം മുഴുവൻ അവർ ഈ കേസറ്റ് ഇന്നും പറയുന്നുണ്ടാവും ഒരു പക്ഷേ കേരളത്തിന്റെ മറ്റു ഭാഗത്ത്. എന്തായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം? അത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കും. സമയബന്ധിതമായി തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ ഇത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ വസക്കാനീ വജഅലനീ മിനൽ മുസ്ലിമീൻ. ഒതു എടുക്കുമ്പോ ബിസ്മില്ലാ, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാ. എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുമ്പോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ മൊയ്തീൻ ശൈഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അയാളുടെ നിയ്യത്ത്, അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊഹീദ്ദീൻ ശൈഖിനാണെങ്കിൽ അയാൾ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോറ്റാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോറ്റാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്ന് ആരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹുവിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹീദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്. കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. സഹോദരങ്ങളെ, കേട്ടല്ലോ നിങ്ങള്? അതിലെ ആ അത്രയും സമയം നീണ്ടു നിന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു 2 സെക്കൻഡാണ് ഇവിടെ മുസ്ലിയാരിട്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ഇടുന്നുണ്ട്. ഇനി ഇതൊക്കെ വിസ്തീരിച്ചാലും ഓലിടും. കാരണം ഓലിക്ക് ജീവിക്കണല്ലോ, ദുനിയാവിൽ ഓലിക്ക് ജീവിക്കണ്ടേ? ആയുസിട്ട കാലം അത്രയും ഓലിക്ക് ജീവിക്കണല്ലോ. അതിന് ഈ ജാതി തെറ്റിദ്ധരിപ്പിച്ചാലല്ലേ സുന്നി സമൂഹത്തിലെ ആളുകൾ സത്യം മനസ്സിലാക്കി മുജാഹിദിലേക്ക് വന്നാലോ? അതുകൊണ്ടാ എന്താ പറഞ്ഞ് ക്ലിയർ ആണ് ഇസ്ലാമിന്റെ വിശ്വാസം. എന്റെ സഹോദരങ്ങളെ, എന്താ സംഭവം ഇവിടെ? വർഗീയതയില്ലാത്തൊരു വിശ്വാസം പറഞ്ഞതാ ഞാൻ. കള്ളു കുടിക്കാത്ത ഒരു അമുസ്ലിം സഹോദരൻ, കള്ളു കുടിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ. ഇതിൽ മുസ്ലിമിന്റെ ഗുണം കള്ളു കുടിക്കാത്ത അമുസ്ലിമിനാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവോ? ഒരു അമുസ്ലിം വ്യഭിചരിക്കുന്നില്ല, ഒരു മുസ്ലിം വ്യഭിചരിക്കുന്നു. എന്നിട്ട് ഞാൻ പറയാ വ്യഭിചരിക്കാത്ത മാധവനാണ് ഇസ്ലാമിന്റെ ആ കാര്യം അംഗീകരിച്ചത്.
അത് വർഗീയതയാണോ? ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ഏക ദൈവത്തോട് നേരിട്ടാണ് അത് പറയുന്നത്. ഒരു പേര് ബാലനാണെങ്കിലും ആ കാര്യത്തിൽ അയാൾ ഇസ്ലാമാണ് മുസ്ലിമാണെന്നാ പറഞ്ഞ് മനസ്സിലാക്കണങ്ങള്. നേരെ മറിച്ച് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, മുഹമ്മദ് നബിയെ കാക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാണ്. അവിടെയാണ് വിഷയമാണ് പ്രധാനം. അപ്പൊ ക്ലിപ്പിംഗിന്റെ അപ്പുറവും കേൾക്കാതെ ജനങ്ങളെ പറ്റിക്കുന്നത് എന്തിനാ? അതാ ഞാൻ പറഞ്ഞു, എന്ത് പ്രമാണങ്ങളെ ഭയക്കുന്ന മുസ്ലിയാക്കന്മാർ, അവർക്ക് പ്രമാണങ്ങൾ ഭയമാണ്. അതുകൊണ്ടാണല്ലോ ആയത്ത് ഹദീസ് ഉദ്ധരിക്കാത്തത്, ക്ലിപ്പിംഗ് ഇട്ട് കള്ളത്തരം കാണിക്കുന്നത്. അതിന്റെ രൂപമാണ് നിങ്ങളിവിടെ കണ്ടത്. പിന്നെ ക്ലിപ്പിംഗിന്റെ പൂർണ്ണ രൂപം ഞങ്ങൾ കാണിക്കും. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. അത് ഇവിടെ വെച്ച് തന്നെ വേണം, ഒരു കുഴപ്പമില്ല, ഇവിടെ വെച്ച് തന്നെ ആകാ. ഞാൻ എന്റെ പ്രസംഗാട് കഴിഞ്ഞോട്ടെ. അപ്പൊ കാണങ്ങളെ ബബ്ബെ എഴുതി തന്നുകൊണ്ട് വേണ്ട നിങ്ങൾ പറയും, നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ ക്ലിപ്പിംഗിന്റെ അപ്പുറപ്പുറവും നിജസ്ഥിതി നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലോ, അതിന്റെ അപ്പുറപ്പുറം നിങ്ങൾ കേൾപ്പിക്കും. നിങ്ങൾ ഇവിടെ ലെറ്റർ തന്നു, ഈ പരിപാടിക്ക് ശേഷം പോലീസ് അനുവദിക്കാൻ നിങ്ങൾക്ക് സ്റ്റേജ് അനുവദിച്ചു തരും. പക്ഷെ അപ്പുറപ്പുറം കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തനിനിറം ജനങ്ങൾ വിലയിരുത്തും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഷീറ്റ് കൊട്ടാരത്തെ പോലെ തകർന്നു വീഴും. നിങ്ങൾക്ക് ഖുർആനില്ല, നിങ്ങൾക്ക് സുന്നത്തില്ല, നിങ്ങൾക്ക് അമ്പിയാക്കളുടെ പിന്തുണയില്ല, നിങ്ങൾക്ക് അറിവിന്റെ പിന്തുണയില്ല. നിങ്ങൾക്കാകെ ഉള്ളത് ചട്ടം വിത്തരത്തിന്റെ പിന്തുണയല്ലാതെ വേറെ പിന്തുണയൊന്നും നിങ്ങൾക്കില്ല. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം, ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു റോഡ് പോലും ബ്ലോക്ക് ചെയ്ത് പരിചയമില്ലാത്ത പ്രസ്ഥാനം, മനുഷ്യരെ സ്നേഹിച്ച പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെയാണ് നടുറോട്ടിലിട്ട് തല്ലിക്കൊല്ലാൻ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തോടെ പോലും ഈ കൗമിലെ സുന്നി AP ഭീകരവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. നിങ്ങളുമായി കോംപ്രമൈസ്. നിങ്ങൾ എന്ത് കരുതി? ആയുധം AK-47 പട്ടാളൊന്നും വേണ്ട. ഈമാനുള്ള നെഞ്ച കന്ന് തന്നിട്ടുണ്ട്, പേടിക്കില്ല നിങ്ങളെ ഒരു നിമിഷം പോലും ലോകത്ത്. അതുകൊണ്ട് ക്ലിപ്പിംഗിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? പിന്നെ മൂന്നാമത്തെ, കഴുത്ത് ഞെരിച്ച് സുന്നികളെ കൊല്ലാൻ പറഞ്ഞ ഭീകരവാദിയാണ് ഞാൻ. എന്താ യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥിതി? അങ്ങനെ ആരെങ്കിലും പറയോ ഇവിടെ ഒരു സുന്നിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം? എന്താണ്? അതാണ് ക്ലിപ്പിംഗിലെ കൃത്യമായ കൃത്രിമത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട്. അതുകൊണ്ട് എനിക്ക് മുജാഹിദുകളോട് എന്ത് ബഹളം. അതായത് ഇവിടെ ഇനി ഞാനൊരു മരിച്ചു വീഴുന്ന നിങ്ങൾ കാണുക. ഇന്നലെ അങ്ങനെയായിരുന്നു, ഒരു ഏറ് കിട്ടിയിട്ട് ബോധം കിട്ടങ്ങോട്ട് വീഴുകയാണ് എന്റെ സുഹൃത്ത്. അങ്ങനെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ചിന്ന ഭിന്നമാകണം. ലൈറ്റായിട്ടാണ് ഞാൻ ഓടിയിട്ട് ലോകം മുഴുവൻ എത്തുകയാണ് മനുഷ്യന്മാർ ഇന്നലെയൊക്കെ. ആ ജാതിക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ മരിച്ചു വീണാ പോലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. മനസ്സിലായോ? റസൂല് പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരുത്തം വരുമ്പോഴേക്ക് അങ്ങോട്ട് വരാം. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, 10 ആള് വരിക. ഓൻ സ്റ്റേജിലേക്കല്ല വരിക, ബാക്കി ഞാനും നോക്കിക്കോളൂ. നിങ്ങൾ ബേജാറാണ്ട. ഓമ്പടേക്കല്ല, നിങ്ങൾ അടങ്ങി അടന്നാ മതി. മനസ്സിലായോ കേട്ടോ? നിങ്ങൾ വിചാരിച്ച മാതിരി ഹൈറ്റ് കുറവൊന്നും നിങ്ങൾ നോക്കണ്ടോ. അത് എടുക്കാൻ അള്ളാഹ് അനുവദിക്കാത്തോണ്ട് എടുക്കായിട്ടാ. നിങ്ങൾ മനസ്സിലായിക്കോളേ. അത് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പൊ അന്നും നോക്കുകൊണ്ട് ഇങ്ങോട്ട് കേറുന്നേ കാണൂ. പിന്നെ ഹോസ്പിറ്റൽ വരാൻ എന്തായാലും ഫാനിന്റെ ചോട്ട് കിടക്കേണ്ടി വരും. ഞങ്ങളെ കൊല്ലാൻ വന്നേ ഞങ്ങൾ ചെയ്യേനി. ഇനി ഞങ്ങൾ നിങ്ങളോട് എന്താണ്? ഇവിടുത്തെ ഭരണഘടന, പോലീസുകാർ ആരും ഞങ്ങളെ കൂടപ്പല്ല. പിന്നെ ഞങ്ങളെ കൊല്ലാൻ വരുമ്പോ ഞങ്ങൾ വെറുതെ കൂലേനി. ഇനി ഞങ്ങളൊന്ന് ചെറുതായിട്ട് കയ്യൊക്കെ ഒന്ന് ചുരുട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. ഇതുവരെ ഞങ്ങൾ ആളിയായോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോ ചെറുപ്പക്കാർ മരിച്ചു പോവുകയാണെങ്കിൽ, എന്നിട്ട് ആർക്കും ഒരു പരാതിയില്ലാത്ത അവസ്ഥയാണ് ഇവിടെയെങ്കിൽ, ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ലോകത്തെല്ലാ കോടതിയും അനുവദിച്ച പ്രതിരോധം, ആത്മരക്ഷാർത്ഥം, അത് ഞങ്ങളങ്ങ് എടുത്തുകാളും. എണ്ണം കുറയും. ആദർശം കൊണ്ട് എണ്ണം കുറയുന്ന പോലെ ശരീരം കൊണ്ടും എണ്ണം കുറയും. അത് നിങ്ങൾ ഞങ്ങളോട് ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് പ്രിയങ്കരരെ, നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കണം. എവിടെയാണ് ക്ലിപ്പിംഗിൽ കുഴപ്പം? എവിടെയാണ് കഴുത്ത് ഞെരിക്കാൻ പറഞ്ഞത്? നിങ്ങൾ അതിന്റെ ഒരു പൂർണ്ണ രൂപം, അതിന്റെ മൊത്തത്തിലുള്ള ഒരു വിശദാംശവും നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടോളി, ഏകാഗ്രമായി നിങ്ങൾ ശ്രദ്ധിക്കുക, പതറിപ്പോകരുത്. ആറ്റം ബോംബ് വീണാ പോലും നിങ്ങളുടെ ശ്രദ്ധ പതിപ്പോലും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു വേദിയിൽ 1 ഇഞ്ച് പതറിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പതറരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. നമ്മളും ഇവിടെ ഒക്കെ ജനിച്ച ആൺകുട്ടികൾ തന്നെ ഈ നാട്ടിൽ ജനിച്ച് വായും വെള്ളമൊക്കെ കുടിച്ച നല്ല നാട്ടിലല്ലേ. പിന്നെ ഹൈറ്റും വെയിറ്റും ഒന്നുമില്ല, ഹറാമ് തിന്നിട്ട്. ഹലാല് കുറച്ചേ കിട്ടലുള്ളൂ. അതുകൊണ്ട് വലിയ ഹൈറ്റും വെയിറ്റും ഒന്നുമില്ല മുസ്ലിയാക്കന്മാരെ പോലെ. അത് ഹറാമിൽ വളർന്നെടുത്താ അത് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ക്ലിപ്പിംഗിന്റെ ബാക്കി കേട്ടോളി. എല്ലാ തെളിവും മുട്ടിയപ്പുപ്പ പറയാണ് സുബ്ഹാന ജല്ല ജലാലു ഈ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. മൂപ്പര ഫത്വ മൗലവിന്റെ ഫത്വയാണ് കേട്ടോ. വെക്ക് ഞാൻ വെറുതെ പറയല്ല. ഒരു മുസ്ലിയാർ, ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും.
ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്താ? മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളെ തല പിരിച്ചു കൊന്നുകളെ. ഇതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ഞാൻ ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞതാണ്. ആക്കപ്പതിന്റെ മറുപടിയാ. ഒരാള് ഭാര്യനെ തൊലാക്കല്ലേ. എന്തിനാണ് തൊലാക്കല്ലിയത്? ഞാൻ ദേഷ്യം ഉണ്ടായപ്പോ ചൊല്ലിയതാണ്. പിന്നെ സ്നേഹം ഉണ്ടാവും ഭാര്യയും തൊലാക്കല്ലോ. അപ്പൊ സഹോദരന്മാരെ, എന്താണ് യഥാർത്ഥത്തിൽ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലമായി ഇതിന്റെ സംഘടിത പ്രവർത്തനം നടത്തുന്നു. ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തുനിന്ന് ഒരു ഭീകരവാദി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കൊലപാതകത്തിന് മുജാഹിദുകൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് മുജാഹിദുകളെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്ന, അപ്പൊ നിങ്ങൾക്കറിയാലോ, ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലി തകർത്ത നിമിഷം ഡിസംബർ 6-ാം തീയതി 1992 അന്ന് നമ്മളൊരു മഹത്തായ സമ്മേളനം നടത്തി, ചതുർദിന സമ്മേളനം. ആ ചതുർദിന സമ്മേളനത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച കാര്യം എന്തായിരുന്നു? നമ്മൾ ഉയർത്തിപ്പിടിച്ച കാര്യം മതം മനുഷ്യ സൗഹാർദ്ദത്തിന്. അതുകൊണ്ട് ആ സമ്മേളനം ആദ്യം നിർത്തിവെക്കണമെന്ന് ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായപ്പോൾ ആളുകൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആ സമ്മേളനം നടക്കട്ടെ എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു, സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സമ്മേളനം നടത്തി, മതം മനുഷ്യ സൗഹാർദ്ദത്തിന്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പോലീസുകാർക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ട്, ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളല്ല പ്രയാസം ഉണ്ടാക്കുന്നത്, ഇവിടെ പ്രയാസം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എവിടെ പരിപാടി വെച്ചാലും കേരളത്തിലെ AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികൾ സ്റ്റേജ് കയ്യേറുന്നു, ബഹളമുണ്ടാക്കുന്നു. എന്നിട്ട് അവർ 2-3 ദിവസം ക്ലിപ്പിംഗ് ഇട്ട് പ്രസംഗിക്കുന്നു. എന്നിട്ട് നമ്മുടെ വാചകം കട്ട് ചെയ്ത് നമ്മളെ ഭീകരവാദിയാന്ന് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവരുടെ പരിപാടി 1 മണി വരെയൊക്കെ നടക്കുന്നു. ആർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല. നമുക്ക് 2 മണിക്കൂർ എന്നാൽ 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മളോട് പറയുന്നു നിർത്താൻ. ഞങ്ങളല്ല കുഴപ്പക്കാർ എന്നത് പറയാൻ ഞങ്ങൾ എന്ത് നിസ്സഹായരാണ് ഈ കേരളത്തിൽ. ഈ ഒരു റോഡ് പോലും ബ്ലോക്ക് ചെയ്യാറില്ല മുജാഹിദുകൾ. നബിദിന റാലി നടത്താറില്ല, ഫ്രീഡം പരേഡ് നടത്താറില്ല. ഞങ്ങളുടെ കുട്ടികൾ ഒരു ആരാധനാലയത്തിൽ ഇന്നലെ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു അമുസ്ലിമിനെ വിട്ട് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അടിച്ചു കൊല്ലുകയും നശിപ്പിക്കുകയും തകർക്കുകയും ഞങ്ങളുടെ ആളുകളുടെ കണ്ണെറിഞ്ഞു പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞങ്ങളെ തെറ്റ് ചെയ്ത പോലെ ഡിപ്പാർട്ട്മെന്റ് പോലും സമീപിക്കുന്നതിനോട് അതിയായ വേദന തോന്നുകയാണ് ഞങ്ങൾക്ക്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വേദന തോന്നുകയാണ്. നമുക്ക് അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്നോട് പറയാനല്ലാതെ ഈ നാട്ടിൽ പ്രതീക്ഷകൾ അസ്തമിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഞങ്ങൾക്ക് എല്ലാ നിരക്കും പ്രതീക്ഷകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രം പ്രസംഗിക്കാൻ പെർമിഷൻ ഇല്ല. ആർക്ക്? ജീവിതത്തിൽ ഒരിക്കലും തീവ്രവാദം പ്രസംഗിച്ചിട്ടില്ലാത്ത, ഭീകരവാദം പ്രസംഗിച്ചിട്ടില്ലാത്ത, സത്യത്തിന് വേണ്ടി ധൈര്യസമേതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സത്യം ജനങ്ങൾ അറിയണം. ലോകത്തോട് നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ തല്ലരുത്. ഒറ്റ ദൈവമാണ് നമുക്ക്. ആ ദൈവത്തിന്റെ അടിമകളാണ് നമ്മൾ. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാണ് നമ്മൾ. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്നാണ് ലോകത്തോട് നമ്മൾ പറയുന്നത്. നമ്മൾ തമ്മിൽ തല്ലരുത്, കൊല്ലരുത്. ഒറ്റ ദൈവത്തെ ആരാധിച്ച് ഐക്യത്തോടുകൂടി ജീവിക്കണം. പള്ളിയുടെ, ക്ഷേത്രത്തിന്റെ, ചർച്ചിന്റെ പേരിൽ കലാപം ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ ഇന്നലെ SIനോട് ഇതുപോലെ സുന്നികൾ പ്രസംഗിച്ചിട്ടില്ല. നമ്മള് പ്രസംഗം തുടങ്ങുമ്പോഴേക്കല്ലേ സ്റ്റേജ് കയ്യേറി. ഇതെന്തൊരു പുതുമയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ അനുവദിക്കുക, നിങ്ങൾ പ്രസംഗിച്ചോളി എന്ന് പറയാ. ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ സമയം തന്നു എന്ന് പറയാ. എന്നിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടർ നമ്മളെ തല്ലിച്ചതയ്ക്കാൻ വന്നിട്ട് നമ്മളെ കുറ്റക്കാരാക്കി മാറ്റുക. തെമ്മാടിത്തം ചെയ്യാൻ വന്നവരെ സംരക്ഷിക്കുകയും നമ്മളെ കുറ്റക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യാം. ദയവ് ചെയ്ത് യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കണം, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കണം. സത്യമേവ ജയതേ എന്ന് കേരളത്തിന്റെ ആർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്. സത്യമേ ജയിക്കാവൂ. ഞങ്ങൾ നിസ്സഹായരാണ്. വലിയ രാഷ്ട്രീയ നേതൃത്വം ഞങ്ങൾക്കില്ല, സാമ്പത്തികമായ വലിയ ഉന്നമനം ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങളുടെ ആദർശം ഈ നാട്ടിലെ അമുസ്ലിങ്ങളോട് ചോദിച്ചു നോക്ക്. ഞങ്ങളുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം ഈ തലശ്ശേരിയുടെ അടുത്ത് അമുസ്ലിങ്ങൾ സ്റ്റേജിലിരുന്നു കൊണ്ട് ഈ ഉള്ളവൻ പ്രസംഗിച്ചു, മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവമൊന്ന്. ഞങ്ങളുടെ പ്രശ്നം എന്താണത് ഇവിടെ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവകാശം കൊടുക്കുക, ഞങ്ങളെ ഭീകരവാദികളാക്കാൻ അവകാശം കൊടുക്കുക, ഞങ്ങൾ ഭിന്നിപ്പുകാരാണെന്ന് പറയാൻ അവകാശം കൊടുക്കുക, അവർക്ക് യഥേഷ്ടം പെർമിഷൻ കൊടുക്കുക, അവർ മണിക്കൂറുകളോളം സംസാരിക്കുക. 1 മണി 2 മണി വരെയൊക്കെ സംസാരിക്കുന്ന സ്ഥലം നമ്മൾ 7 മണിക്ക് തുടങ്ങി 7:15 ആകുമ്പോഴേ പറയാ നിർത്തിക്കൊടിയിൽ. ഇതെന്തൊരു കഥയാണ്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞങ്ങൾ ആരോട് പറയണം? ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഒരാളോട്. അതാരാന്നറിയോ? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനും അനുപമനും അദ്വിതീയനും അപ്രാപ്യനുമായ പടച്ച തമ്പുരാനോട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. നാഥ, നീ
നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. വലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് ഈമാനുള്ളവരല്ലാതെ ഭയപ്പെടുകയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഏകനായ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അടിക്കാറില്ല. 100 കൊല്ലമായി ഞങ്ങൾ തല്ലുകൊള്ളുന്നു, 100 കൊല്ലമായി ഞങ്ങൾ ആളുകൾ കൊല്ലപ്പെടുന്നു, 100 കൊല്ലമായി ഞങ്ങളുടെ ആളുകളെ കണ്ണ് നഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഒരു പണ്ഡിതനെ വണ്ടി കൊണ്ടുവന്നിടിച്ച് കണ്ണിന്റെ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെടുത്തി, തിരിച്ചു പ്രതിഷേധിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മക്കൾ കൊല്ലപ്പെടുക, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും കിട്ടാതെ പോവുക, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുക, എന്നിട്ടും ഞങ്ങൾ മർദ്ദിക്കപ്പെടുക, എന്നിട്ടും ഞങ്ങൾക്ക് നിയമത്തിൽ നിന്നോ രാഷ്ട്രീയത്തിൽ നിന്നോ മതസമൂഹത്തിൽ നിന്നോ ഞങ്ങൾ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അതുകൊണ്ട് കേരളത്തിലെ കെ എം മൗലവി വളർത്തിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം മൗലവി, ആ വക്കം മൗലവി മറക്കാൻ കഴിയില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്വാതന്ത്ര്യത്തോടെ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം, അന്ന് ഇവിടുത്തെ സമസ്ത എന്ന് പറയുന്ന സുന്നികൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യത്തിന് പങ്കെടുക്കൽ തെറ്റാണെന്ന് പറഞ്ഞ് മാറി നിന്നു. അന്ന് മുസ്ലിങ്ങളിൽ സംഘടനാപരമായി ഒരേ ഒരു സംഘടനയാണ് ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിക്കാൻ പരിശ്രമിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോര കൊടുത്ത, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗമനുഭവിച്ച ബ്രിട്ടീഷുകാരന്റെ ചാരനായി ജീവിക്കാത്ത മുജാഹിദുകൾക്ക് ഈ കേരളത്തിൽ സ്ഥാനമില്ല. ഇതെന്നെ വേദനിപ്പിക്കുന്നു. എനിക്കറിയാം, ഒന്നുകിൽ ഒരു കൊല്ലപ്പെടൽ. ഞാൻ എന്റെ ഭാര്യയെ പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അധികം നാള് ജീവിച്ചിരിക്കണം ഈ മണ്ണിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരിക്കലും ഒരസത്യത്തിന്റെ മുമ്പിൽ തലകുനിക്കാൻ, ഏത് പട്ടാളത്തിന്റെ മുമ്പിൽ തലകുനിക്കാൻ പഠിച്ചവനെ എനിക്ക് നീ ശക്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിലാണ്. മുജാഹിദിന് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ മുജാഹിദിന്റെ പേരിൽ കേസുണ്ടോ? തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദ എന്റെ കയ്യിൽ 50-ലധികം പത്രമാണ്. ഇവിടുത്തെ AP സുന്നികൾ മനുഷ്യരെ കൊന്ന റിപ്പോർട്ട്, പത്രങ്ങളിൽ ആധികാരികമായ റിപ്പോർട്ട്, കൊലവിളി കൊന്ന് 5 BJP-ക്കാരെ കൊന്ന റിപ്പോർട്ടൊക്കെ എന്റെ കയ്യിൽ. ആര്? ഇവിടുത്തെ AP സുന്നികൾ. ഞങ്ങളെ പറ്റി അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വരി കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. പിന്നെ എന്തിന് നിങ്ങൾ ഞങ്ങളെ എതിർക്കണം? ഞങ്ങൾ ഇത്രേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ത്യ, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അതിന്റെ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശം. ആ മൗലികാവകാശത്തിൽ എന്താ? ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ, അത് പ്രീച്ചിങ് നടത്താൻ. ഞങ്ങൾക്ക് മാത്രം ഭരണഘടനയിൽ ഒരു ക്ലോസ് ഉണ്ടോ? യഥാർത്ഥ ഐക്യത്തിന്റെ നിങ്ങൾ ഇവിടെ വേണ്ട, അനൈക്യുണ്ടാക്കി ബോംബിടുന്നവരും ഇവിടെ നിന്നോട്ടെ, പരസ്പരം കൊന്നൊടുക്കുന്നവരും ഇവിടെ ജീവിച്ചോട്ടെ, നിങ്ങൾ നന്നാക്കാൻ വരണം, ഇവിടെ നന്നാകരുത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയും. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയണം, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് പറയണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ മൗലികമായി ചൂണ്ടിക്കാണിക്കണം. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാ, ഞങ്ങൾക്ക് കുറെ ആള് ഫോൺ വിളിച്ച് പറയാനില്ല, പടച്ചോനാണില്ല, അല്ലല്ലാതെ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നേരം വെളുക്കുന്നവരെ ഹോസ്പിറ്റലിൽ അന്നലൊക്കെ എന്തിന്റെ പേരെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒരു ഹംദു സലാത്തും ചൊല്ലി മനുഷ്യരെ നിങ്ങൾക്ക് ഞങ്ങൾ പറയാനുള്ളൂ എന്ന് കേൾക്കിന്ന് പറയുന്നതിന് മുമ്പാണ് ലൈറ്റ് വരെ ഓഫാക്കിയിട്ട് അടിച്ച് തകർത്ത് സകല വാഹനങ്ങളും 3 കിലോമീറ്റർ ദൂരത്തിൽ വരെ ശത്രുക്കളെ നിർത്തിയിട്ട് അടിച്ചും കല്ലെറിഞ്ഞും തലക്കടിച്ചും തല പൊട്ടിച്ചും കൊന്നും കൊരവിളി നടത്തിയിട്ടും ഇന്ന് വരെ ഒരു കുറ്റവാളി നേരെ ചൂണ്ടാൻ ആർക്കും സാധിച്ചില്ല. കാരണം നമ്മളൊക്കെ അണിയുന്ന നിയമത്തിന്റെ കുപ്പായത്തിനുള്ളിൽ ധർമ്മബോധത്തിന്റെ ഒരു മനുഷ്യനുണ്ടാകണം എന്നാണ് ഈ നാടിനോടും സമൂഹത്തോടും നമ്മൾ ആവശ്യപ്പെടുന്നത്. സത്യത്തിനു വേണ്ടി നിലകൊള്ളണം, അക്രമം ചെയ്യും. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാതിരിക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, സുന്നി മുസ്ലിയാർ ഭീകരവാദം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞൊരു ക്ലിപ്പിംഗ് ഇട്ടാൽ അത് അങ്ങനല്ല എന്ന് തിരിച്ചു പറയാൻ അവകാശം നിങ്ങൾക്കില്ലേ? ആ അവകാശം നിഷേധിക്കപ്പെട്ടാൽ നിങ്ങളുടെ ദുഃഖം എന്താണ്? അത് നിങ്ങൾ പറയണം. ആയതിനാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജനങ്ങൾക്ക് ഞാൻ ഭീകരവാദിയാണ് എന്ന് ഇവിടെ എന്റെ പ്രസംഗം അതാണ് മനസ്സിലാക്കേണ്ടത്. ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പ് എന്നുണ്ട്. ഞാൻ പറയാത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ മൊത്തം സ്നേഹിച്ച ഒരു മനുഷ്യനെ ഭീകരവാദിയാക്കി സമൂഹത്തെ ചിത്രീകരിക്കുക, എന്നിട്ട് അയാൾക്ക് റോട്ടിൽ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ സംജാതാകുക. എങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ പ്രസംഗം കേട്ടോളൂ എന്ന് പറഞ്ഞ് അവരെ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാ അവിടെ കേൾപ്പിച്ച്. അതൊന്നുകൂടി വെച്ച് കൊടുത്താട്ടെ. പേര് ഫദൽ, വടായനിക്കോട്, വണ്ടൂരെടുത്ത്. എന്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കി കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ള ഭാഗമാണ്.
ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം. പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ കഴുത്തി നെക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എം അക്ബർ സാഹിബിന്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫضل. എന്നെക്കുറിച്ചും അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ, അതിന്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണല്ലോ, അത് വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരുണ്ടേണ്ട ആള് ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്തും മുരുണ്ടയുമാണല്ലോ. അപ്പം ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനെ ഒരു വാചകം ഒരു പ്രസംഗത്തിൽ ഒരാൾ പറയോ? ഒന്നാമതായി നമ്മൾ ചിന്തിക്കാം, എന്താണ് അവിടെ സംഭവം? ആ സംഭവത്തിന്റെ അപ്പുറവും ഇപ്പുറവും കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. 2.5 മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? വിട്ടു. ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ? ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രം ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയാണ്. കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെയും ഇട്ടു. കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിൽ അത് ഇടുന്നുണ്ട്. എന്താണ് അതിന്റെ സംഭവം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എന്റെ ഉടുമുണ്ടൊരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ആ മുസ്ലിയാര് പുത്തനത്താണിയിലെ 10ാം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാര് പോലീസുകാരനോടും SI-നോടും ഡേസിന്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരും എഴുതി അഡ്രസ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ മുസ്ലിയാരെ പേര് എഴുതി അഡ്രസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേരെ അവിടെ ചെന്നു. പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും, സംസാരിക്കല്ലേ. അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ നേതാവിന്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത്, ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്ന് വരെ ഇയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കണം, ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയില് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചൊല്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിന്റെ അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീമി സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ പുത്തനത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാള് പഠിപ്പിക്കുന്ന ആ മുസ്ലിയാര് പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം
ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക. നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും. നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹളർ അലൈഹിസ്സലാം ഒരു കുഞ്ഞിന്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരുണ്ടി കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തു മുരണമെന്നല്ല പറഞ്ഞത്. ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം ഇനി കേസറ്റ് അറിയാത്തവർക്ക് ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത്. ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി എന്ന എന്റെ പ്രഭാഷണ കേസറ്റിലാണ് അതുള്ളത്. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ്. ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഉള്ളത്. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, മനസ്സിലായല്ലോ? ആ ക്ലിപ്പിംഗ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അയാൾ പഠിപ്പിക്കുന്ന ആരാ ഈ അയാൾ. അതാണ് എന്നോട് വിശദീകരിച്ച്. വളരെ മോശമായ ഒരു വ്യക്തി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് അവർ കേടുവന്നു പോകും. നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ